ഹായ് കിഡ്സ്, ഹൗ ആർ യു ഓൾ? സുഖമാണോ മക്കളെ എല്ലാവർക്കും? ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നമ്മൾ അഡീഷനാണ് നിർത്തിയത് അല്ലേ? അഡീഷൻ ഓഫ് മണിയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച് നിർത്തിയത്. ടുഡേ വി ക്യാൻ സ്റ്റാർട്ട് സബ്ട്രാക്ഷൻ ഓഫ് മണി. ഡിഡ് യു ഓൾ ഡു ദ എക്സസൈസസ് ഗിവൺ ആൻഡ് ഓൾസോ ആർ യു ഓൾ പ്രാക്ടീസിങ് അറ്റ് ഹോം in your rough book? Okay, so we can continue with subtraction of money. Now next topic is subtraction of money. നമ്മൾ addition ചെയ്തതുപോലെ തന്നെ subtraction of money. Okay, അതിൽ subtract 36.12 from 48 total അല്ല 36 rupees എഴുതിയിട്ടില്ല. Subtract 36 rupees 12 paise from 48 rupees 89 paise. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതുപോലെ മിസ് അഡീഷനിൽ പറഞ്ഞിരുന്നു അല്ലെ, രണ്ട് രീതിയിൽ ചെയ്യാമെന്നുള്ള, ഡോട്ട് ഇട്ടും അല്ലാതെ. ഡോട്ട് ഇടാതെ ചെയ്യുമ്പോൾ നമ്മളിവിടെ ഒരു ലൈൻ കൊടുക്കണം. ഡോട്ട് ഇടാതെ ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ റുപ്പീസ് പൈസ എഴുതണം, ഇവിടെ ഡോട്ട് ഇട്ട് ചെയ്യണം. ഓക്കെ, വി ക്യാൻ ഡു ദ സബ്ട്രാക്ഷൻ. 48 rupees 89 paise എന്നുള്ളത് ആദ്യം എഴുതണം. ഫ്രം 48 rupees ആണ്, അതുകൊണ്ട് അത് ആദ്യം എഴുതണം. ഏത് നമ്പറാണ് മൈനസ് ചെയ്യേണ്ടത്? 36 rupees 12 paise. After 2 count up to 9, you will get 7 here, isn't it? Then after 1 count up to 8, again 7. എല്ലാവരും കൗണ്ട് ചെയ്ത് നോക്കുക കേട്ടോ. After 6 when you count up to 8, you will get 2. After 3 when you count up to 4, you will get 1. വിത്തൗട്ട് റീഗ്രൂപ്പിംഗ് ആണ് നമ്മളിപ്പോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് അതായത് ഡോട്ട് ഇട്ട് എങ്ങനെ നമുക്ക് ചെയ്യാം? ആസ് യൂഷ്വൽ സബ്ട്രാക്ഷൻ 9 minus 2 7, അതായത് 2 കഴിഞ്ഞ് 9 വരെ കൗണ്ട് ചെയ്യുക. ഇവിടെയും എന്ത് തന്നെ കിട്ടും? 7 കിട്ടും. ഇവിടെ ഡോട്ട് ഇടണം. Then after 6 when you count up to 8, you will get 2 1. ഈ രണ്ട് രീതിയിലും നമുക്ക് ചെയ്യാം. അപ്പൊ എന്നിട്ട് എന്താണ് എഴുതേണ്ടത്? നമ്മള് ഡിഫറൻസ് അല്ലെ, ഡിഫറൻസ് ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ നമുക്ക് ഇത് സബ്ട്രാക്ട് ചെയ്തതായിട്ട് കാണിക്കുകയും ചെയ്യും. അതായത് rupees 48 and 89 paise minus rupees 36 and 12 paise is equal to, എത്ര നമുക്ക് കിട്ടിയ ആൻസർ? 12 rupees 77 paise. നിങ്ങളോട് ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് ടെക്സ്റ്റിൽ തന്നെ ചെയ്യാനായിട്ട്. അപ്പൊ അതുപോലെ ചെയ്യുക. അതുകൂടാതെ ഡോട്ട് ഇട്ട് ചെയ്യാൻ ആഡിങ് കോളംസ്, സബ്ട്രാക്ടിങ് കോളംസ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ ഇതുപോലെ കോളംസിൽ എഴുതി സബ്ട്രാക്ട് ചെയ്യാവുന്നതാണ്. സോ ഡിഡ് യു അണ്ടർസ്റ്റുഡ് ദിസ്? നൗ നെക്സ്റ്റ് പ്രോബ്ലം. Now this is subtraction with regrouping. Okay children, subtract 36 rupees 86 paise from 49 rupees 78 paise. എന്ന് പറഞ്ഞാൽ എന്താണ്? 49 rupees 78 paise നിന്ന് 36 rupees 86 paise സബ്ട്രാക്ട് ചെയ്യാം. അപ്പൊ നമ്മളിങ്ങനെ റുപ്പീസ് പൈസ് എഴുതി. നമുക്കിവിടെ ഡോട്ട് ആവശ്യമില്ല. പിന്നെ ഇവിടെ നമുക്ക് ഡോട്ട് ഇട്ട് എഴുതിയിട്ടുണ്ട്. വേണമെങ്കിൽ ഇങ്ങനെ റുപ്പീസ് എന്ന് മേളിൽ കൊടുക്കാം, കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നേരത്തെ മിസ് പറയാൻ വിട്ടുപോയതാണ്. റുപ്പീസ് മാത്രമായിട്ട് കൊടുത്ത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മളിവിടെ ഒരു ലൈൻ വിട്ടിരുന്നാൽ മതി. ഡീകമ്പോസ് ചെയ്യുന്നത് അല്ലെങ്കിൽ റീഗ്രൂപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യം, ബോറോയിങ് ഒക്കെ ആവശ്യം വന്നാൽ നമുക്ക് അതിനുള്ള സ്പേസ് വിടുക. ഓക്കെ ചിൽഡ്രൻ, അപ്പോ എന്ത് ചെയ്യണം? റുപ്പീസ് പൈസിന് മേളിൽ എഴുതണം. ഇതിന് നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം. എന്നിട്ടാണ് നമ്മൾ ഡോട്ട് ഇല്ലാതാണ് എഴുതുന്നത്. സോ ആഫ്റ്റർ 6 can you count up to 8? Yes, possible, isn't it? Answer 2. Then after 8 can you count up to 7? It's not possible. So you have to borrow 1 from 9. But 9 എന്താകും? 8 ആകും. 7 will become 17. After 8 count up to 17. What's the answer? 9, isn't it? After 8 you count and see 9 you get. After 6 can you count up to 8? Possible, isn't it? 2 you will get. After 3 count up to 4 you will get 1. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 12 rupees 92 paise.
The same you will get here also. Correct? 8 in 6 minus ചെയ്യുമ്പോൾ 2 കിട്ടും. ഇവിടെ after 8 7 വരെ കൗണ്ട് ചെയ്യാൻ പോസിബിൾ അല്ല. So you will borrow 1 from here. You will get here 17. After 8 when you count up to 17 you will get 9. Don't forget to put the dot here. After 6 count up to 8 2. After 3 4. അതായത് നമ്മൾ എങ്ങനെ എഴുതേണ്ടത്? 49 rupees 78 paise minus rupees 36 and 86 paise will give you the answer. And the answer കിട്ടുക 12 rupees 92 paise. ഇതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് കിട്ടുക. Okay children? Now we can do the word problems on subtraction. Okay. First one, Rakesh got 20 rupees 80 paise from his father. He bought a pen for 8 rupees 95 paise. How much money was left with him? അതായത് രാകേഷിന് 20 രൂപ 80 പൈസ അവന്റെ അച്ഛൻ കൊടുത്തു. അല്ലെ അച്ഛന്റെ പക്കൽ നിന്ന് കിട്ടി. 8 രൂപ 95 പൈസ 95 പൈസന് അവനൊരു പെൻ വാങ്ങി. ബാക്കി എത്ര രൂപയാണ് അവന്റെ കയ്യിൽ ഉള്ളത്? അപ്പൊ നമ്മൾ സ്റ്റെപ്സിലേക്ക് പോകാം. Amount of money got from his father. അവന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് കിട്ടിയ എമൗണ്ട് എത്രയാണ്? 20 rupees 80 paise. Cost of a pen. പേനയുടെ വില എത്രയാണ്? വില എത്രയാണെന്നല്ല, പേനയുടെ വില 8 രൂപ 95 പൈസ. അതായത് കോസ്റ്റ് ഓഫ് എ പെൻ, പേനയുടെ വില. എമൗണ്ട് ലെഫ്റ്റ് വിത്ത് ഹിം. ബാക്കി അവന്റെ കയ്യിലുള്ള തുക. അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ സബ്ട്രാക്ഷൻ ചെയ്യണം അല്ലെ. 20 രൂപ 80 പൈസയാണ് അവന്റെ അച്ഛൻ കൊടുത്തത്. അതിൽ നിന്ന് 8 രൂപ 95 പൈസ കൊടുത്തൊരു പേന വാങ്ങി. ബാക്കി എത്ര രൂപയാണ് അവന്റെ കയ്യിൽ ഉള്ളത് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യൻ തുടക്കുകയാണ്. നമുക്ക് അവിടെ ചെയ്യാനായിട്ട് സ്പേസ് ഇല്ല. സോ യു ക്യാൻ ഡു ദാറ്റ് ഇൻ യുവർ വർക്കിംഗ് കോളം. അപ്പൊ നമുക്കിവിടെ പോയിന്റ് ഇട്ട് ചെയ്യാം. എന്താ? 20 rupees 80 paise ആണ് അച്ഛൻ കൊടുത്തത്. 8 rupees എവിടെ എഴുതും? ഇവിടെ എഴുതുവോ? ഇവിടെ എഴുതുവോ? 8 എപ്പോഴും വൺസ് പ്ലേസിൽ കേട്ടോ. ഒരു ഡിജിറ്റേ ഉള്ളെങ്കിൽ വൺസ് പ്ലേസ്. 8 rupees 95 paise. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യണം. സബ്ട്രാക്ട് ചെയ്യാൻ after 5 can you count up to 0? Not possible. Borrow 1 from 8, you will get 7 there, and here 10. After 5 up to 10 you will get 5. After 9, is it possible to count up to 7? No. So what you have to do? Borrow 1 from this digit, isn't it? But it is not possible. Here it is 0. So borrow 1 from 2, you will get 1 here, and here now you will get 10. From 10 you can borrow 1, so 10 will become 9 and 7 will become 17. So after 9, now it's possible to count up to 17. You will get 8. Then don't forget to put the dot here. After 8 count up to 9. 1 here, no digit down, so 1. അതായത് എത്രയാ കിട്ടിയത് നിങ്ങൾക്ക്? 11 rupees 85 paise. So what is the amount of money left with him after buying a pen? 11 rupees 85 paise. Okay. Now children, all of you take your textbook, take chapter 8 money, then flip to page number 118, exercise 47. I wrote one question on the board, and the second one that is here in the book, it is 9th question. I will read the question because I think it is better to read the question, and I will do only the working here. The steps I will give you in your notebook. Pankaj had a 50 rupee note with him. He spent 13 rupees 75 paise on lunch. How much money was he now? പങ്കജിന്റെ കയ്യിൽ എത്ര രൂപയാണ് ഉണ്ടായിരുന്നത്? 50 rupee നോട്ടാണ് ഉണ്ടായിരുന്നത്. He spent 13 rupees 75 paise on lunch. ലഞ്ച് കഴിക്കാൻ വേണ്ടി അവൻ ചെലവാക്കിയത് 13 rupees 75 paise ആണ്. How much money was he now? അങ്ങനെയാണെങ്കിൽ അവന്റെ കയ്യിൽ ഇപ്പോൾ എത്ര രൂപ ഉണ്ട്, അതായത് ബാക്കിയുണ്ട്?
അപ്പൊ പങ്കജിന്റെ കയ്യിലുണ്ടായിരുന്ന എമൗണ്ട് എത്രയാണ്? എമൗണ്ട് ഓഫ് മണി പങ്കജ് ഹാഡ്. എന്താ, അതാണ് സ്റ്റെപ്പ് എഴുതേണ്ടത്. എമൗണ്ട് ഓഫ് മണി പങ്കജ് ഹാഡ് എത്രയാ ഉണ്ടായിരുന്നത്? ₹50. ₹50 എന്ന് എഴുതുമ്പോ നമ്മൾ 50 വെറുതെ എഴുതിയാൽ മതിയോ? .00 കൊടുക്കണം. പൈസന്റെ പ്ലേസിൽ ഒന്നുമില്ല, അതുകൊണ്ട് നമ്മളിങ്ങനെ പൈസന് 00 എന്ന് ഇട്ടേക്കുക. ദെൻ ഹി സ്പെൻഡ്, എത്ര രൂപയാ സ്പെൻഡ് ചെയ്തത്? ₹13.75 ഓൺ ലഞ്ച്. അതായത് എമൗണ്ട് ഹി സ്പെൻഡ് ഓൺ ലഞ്ച്. എമൗണ്ട് ഹി സ്പെൻഡ് ഓൺ ലഞ്ച് എത്ര രൂപയാണ്? ₹13.75. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഹൗ മച്ച് മണി വാസ് ഹി നൗ? അവന്റെ കയ്യിൽ ഇപ്പോൾ എത്ര രൂപയാണ് ഉള്ളത്? നമ്മൾ ഇത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യും. ഓക്കെ, ₹50 13.75 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. സ്റ്റെപ്സിന് ഒന്നുകൂടെ പറയാം. എന്താണ്? എമൗണ്ട് ഓഫ് മണി പങ്കജ് ഹാഡ് ₹50. എമൗണ്ട് ഓഫ് മണി ഹി സ്പെൻഡ് ഓൺ ലഞ്ച് $13.75. എമൗണ്ട് ഓഫ് മണി ഹി ഹാസ് നൗ അല്ലെങ്കിൽ ലെഫ്റ്റ് വിത്ത് ഹിം. അപ്പോ is it possible after 5 count up to 0? Here also 0, here also 0. That means we have to borrow from 5. So 5 will become 4 and 0 will become 10. From here you can get 1. 10 will become 9. Here you will get 10. Again from 10 borrow 1. So 10 will become 9 and here you will get 10. Then after 5 count up to 10. You will get 5. After 7 when you count up to 9 you will get 2. After 3 count up to 9 you will get 6. After 1 count up to 4 you will get 3. That means ₹36.25 ആണ് ബാക്കി പങ്കജിന്റെ കയ്യിൽ ഉള്ളത്. നമുക്ക് സ്റ്റെപ്സ് മിസ് നോട്ടിൽ തരാം. Now look at the next question. Renu bought the following things from a grocer's shop. അതായത് ഒരു പലവ്യഞ്ജന കടയിൽ നിന്ന് രേണു കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. ഓയിൽ ഫോർ ₹35 and pice 14, ഷുഗർ ഫോർ ₹12.35, സ്പൈസസ് ഫോർ ₹9.80. ഇത്രയും സാധനങ്ങളാണ് അവള് വാങ്ങിയത്. ഷീ ഗേവ് എ ₹100 നോട്ട് ടു ദ ഷോപ്കീപ്പർ. ഹൗ മച്ച് മണി വുഡ് ദ ഷോപ്കീപ്പർ റിട്ടേൺ? അപ്പോ അവളുടെ കയ്യിൽ 100 രൂപയുടെ ഒരു നോട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോ ഇത്രയും സാധനങ്ങളുടെ വില എടുത്തിട്ട് അവിടെ 100 രൂപ വിലക്ക് ഇത്രയും സാധനങ്ങളുടെ വില കൂട്ടി നോക്കി, അല്ലെങ്കിൽ നമ്മൾ കൂട്ടി നോക്കണം അല്ലെ? എന്നിട്ട് അവളുടെ കയ്യിൽ ഉണ്ടായിരുന്ന തുക എത്രയാണ്? 100 രൂപയാണ്. അതിൽ നിന്ന് ഈ സാധനങ്ങൾക്ക് ചെലവായ തുക സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ ഇവിടെ അഡീഷനും സബ്ട്രാക്ഷനും ഒന്നിച്ചു വന്നിരിക്കുകയാണ്. എന്തുകൊണ്ടാ? ഹൗ മച്ച് മണി വുഡ് ദ ഷോപ്പ് കീപ്പർ റിട്ടേൺ? എത്ര രൂപയാണ് ഷോപ്പ് കീപ്പർ തിരിച്ചു തരേണ്ടത്? അപ്പൊ ആദ്യം നമ്മൾ എഴുതേണ്ടത് ഓയിലിന്റെ വില, കോസ്റ്റ് ഓഫ് ഓയിൽ. പിന്നെയോ കോസ്റ്റ് ഓഫ് ഷുഗർ. കോസ്റ്റ് ഓഫ് ഓയിൽ എത്രയാണ്? ₹35.40. കോസ്റ്റ് ഓഫ് ഷുഗർ എത്രയാണ്? ₹12.35. പിന്നെയോ സ്പൈസസ്. സ്പൈസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സുഗന്ധ വ്യഞ്ജനങ്ങൾ അല്ലെ? സ്പൈസസ് എന്ന് പറഞ്ഞാൽ ₹9.80. അതായത് നിങ്ങൾ സയൻസിൽ പഠിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ്? പെപ്പർ, ക്ലോവ്സ്, സിന്നമൺ, കാർഡമം, ഇതെല്ലാം സ്പൈസസിൽ വരുന്നതാണ് അല്ലെ? ഏലക്ക, പട്ട, ഗ്രാമ്പൂ എന്നൊക്കെ പറയത്തില്ലേ? അതെല്ലാം സ്പൈസസിൽ. കുരുമുളക്, ഇതെല്ലാം സ്പൈസസിൽ വരുന്നതാണ്. അപ്പൊ സ്പൈസസ് എല്ലാം കൂടെ ഇത്രയും രൂപയ്ക്കും വാങ്ങിച്ചു. ഇതെന്ത് ചെയ്യണം? ആദ്യം ഇത് എത്ര രൂപയായി ഈ 3 സാധനങ്ങൾക്കും കൂടെ എന്ന് നമുക്ക് അറിയണ്ടേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇത് ആഡ് ചെയ്യാം. 5 + 0 + 0 5, 8 + 3 11 + 4 15. Put dot, carry over 1. 5 + 1 6, 6 + 2 8 + 9 17. Carry over 1, 3 + 1 4 + 1 5. എത്ര രൂപയായി ഇത്രയും സാധനങ്ങൾക്കും കൂടെ? ₹57.55. അങ്ങനെയാണ് 5 + 0 + 0 5, 4 + 3 7, 7 + 8 15. Dot ഇട്ടു, carry over 1, 5 + 1 6, 6 + 2 8, 8 + 9 17. Carry over 1, 3 + 1 4 + 1 5. അപ്പൊ ₹57.55 അല്ലേ? അപ്പൊ നമ്മള് ഇനി എന്താ ചെയ്യേണ്ടത്? ഇത്രയും രൂപ ഇത്രയും സാധനങ്ങൾക്കും കൂടെ ആയിട്ടുണ്ട്. ഇനി അവളുടെ കയ്യിൽ എന്താ ഉണ്ടായിരുന്നത്? ഒരു 100 രൂപയുടെ നോട്ടാണ് ഉണ്ടായിരുന്നത്. അതായത് 100 rupees ആണ് അവളുടെ കയ്യിൽ ഉണ്ടായിരുന്നത്.
അപ്പൊ അവളുടെ കയ്യിൽ ഉണ്ടായിരുന്ന തുക നമ്മൾ എങ്ങനെ എഴുതണം? ₹100 എന്ന് എഴുതിയിട്ട് 2 ഡോട്ട് ഇടുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഇത്രയും ചെലവായ തുക, ഇപ്പോൾ ഈ 100 രൂപ നോട്ടാണ് ഷോപ്പ് കീപ്പറിന്റെ കയ്യിൽ കൊടുത്തത്. അപ്പൊ ഇത്രയും രൂപ ഷോപ്പിൽ നിന്ന് മേടിച്ച സാധനങ്ങൾക്ക് ഇത്രയും വിലയായി. അപ്പൊ ആ എമൗണ്ട് മൈനസ് ചെയ്യണം. എന്നാൽ മാത്രമല്ലേ ബാക്കി അവൾക്ക് ഷോപ്പ് കീപ്പർ എത്ര തുക കൊടുക്കും എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഇതെന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. ഇവിടെയും എന്താണ്? 5 കഴിഞ്ഞ് 0 വരെ കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് ഇപ്പുറത്തു നിന്നൊന്നും വാങ്ങിക്കാൻ പറ്റത്തില്ല. കാര്യം എന്താണ്? എല്ലായിടും 0 ആണ്. അപ്പൊ നമ്മളിവിടെ 1 വാങ്ങുന്നു, ഇവിടെ 0 ആകുന്നു. ഇനി ഇവിടെ 10 ആകും, ഇത് 9 ആകും. വീണ്ടും ഇവിടെ 10 ആകും, ഇത് 9 ആകും. ഹിയർ ഓൾസോ 10, get 9, then 10. അല്ലേ? ഇനി after 5 when you count up to 10 you will get, after 5 when you count up to 10 you will get 5 up to 9 you will get 4, then put dot. ഇനി after 7 count up to 9 4. ഇവിടെ ഡിജിറ്റ് ഒന്നും ഇല്ല. അപ്പൊ എത്ര രൂപയാണ് ഷോപ്പ് കീപ്പർ അവൾക്ക് തിരിച്ചു കൊടുത്തത്? ഷോപ്പ് കീപ്പർ രേണുവിന് തിരിച്ചു കൊടുത്തത് 42 rupees 45 paise. നമ്മൾ സ്റ്റെപ്പ് ആദ്യം എഴുതേണ്ടത് കോസ്റ്റ് ഓഫ് ഓയിൽ, കോസ്റ്റ് ഓഫ് ഷുഗർ, കോസ്റ്റ് ഓഫ് സ്പൈസസ്, അത് മൂന്നും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് എമൗണ്ട് ഓഫ് മണി ഷീ ഗേവ് ടു ദ ഷോപ്പ് കീപ്പർ ₹100. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ എഴുതേണ്ടത് എമൗണ്ട് ഓഫ് മണി ദ ഷോപ്പ് കീപ്പർ വുഡ് റിട്ടേൺ എന്ന് എഴുതിയിട്ട് ₹100 minus ₹57.55 you will get 42 rupees 45 paise. ഓക്കെ ചിൽഡ്രൻ, ഇതുപോലെ നമുക്ക് ഇപ്പൊ 3 പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 12 കൂടെ നോക്കുക. സീമ wants to buy a powder pack costing 35 rupees 80 paise, a toothpaste tube costing 20 rupees 5 paise and a toothbrush costing 25 rupees 35 paise. She has only a 100 rupee note with her. How much more money will she need or save? അതായത് സീമയുടെ കയ്യില്, സീമ എന്തൊക്കെയാ വാങ്ങിച്ചത്? ഒരു പൗഡർ പാക്ക് വാങ്ങിച്ചു. പൗഡർ പാക്കിന്റെ വില എത്രയാണ്? 35 രൂപ 80 പൈസ. അതായത് കോസ്റ്റ് ഓഫ് പൗഡർ പാക്ക് എത്രയാണ്? 35 rupees 80 paise. പിന്നെ എന്തൊക്കെയാ വാങ്ങിച്ചത്? ടൂത്ത് പേസ്റ്റ് ട്യൂബ്, ടൂത്ത് പേസ്റ്റ് വാങ്ങിച്ചു. അതിന്റെ വില 20 rupees 5 paise. ടൂത്ത് ബ്രഷ് വാങ്ങിച്ചു ₹25 rupees 35 paise. ഇത്രയാണ് അവള് വാങ്ങിച്ചത്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ 3 സാധനങ്ങളുടെയും കൂടെ വില ആഡ് ചെയ്യണം. 5 plus 5 10 plus 0 10 10 itself 0 carry over 1, 8 plus 1 9, 9 plus 3 12, 2 put dot carry over 1, 5 plus 1 6 plus 5 11 carry over 1, 3 plus 1 4 plus 2 6 plus 2 8. അതായത് 81 rupees 20 paise കിട്ടും. ഇനി അവളുടെ കയ്യിൽ ഉണ്ടായിരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 100 rupee നോട്ടാണ് അവളുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. 100 rupee നോട്ട് എന്ന് എഴുതുമ്പോൾ പൈസ ഒന്നും ഇല്ല, അപ്പൊ 00 ഇട്ട് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് മോർ മണി വിൽ ഷീ നീഡ് ഓർ സേവ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര മണിയാണ്, എന്തുമാത്രം, എത്ര എമൗണ്ട് ആണ് കൂടുതൽ വേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഹൗ മച്ച് മോർ മണി വിൽ ഷീ നീഡ് ഓർ സേവ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര എമൗണ്ട് കൂടുതൽ വേണം, അതല്ലെങ്കിൽ അവൾക്ക് എത്ര എമൗണ്ട് സേവ് ചെയ്യാൻ പറ്റും. നമ്മളെ ഒന്ന് കുഴപ്പിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് മനസ്സിലായല്ലോ, 100 രൂപ ആണ് അവളുടെ കയ്യിലുള്ളത്. ചെലവായത് എത്ര മാത്രമാണ്? 81 രൂപ 20 പൈസ മാത്രമേ ചെലവായിട്ടുള്ളൂ. അപ്പൊ കൂടുതൽ പൈസ ആവശ്യമുണ്ടോ? 100 rupeesനേക്കാൾ കൂടുതൽ പൈസ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ 81 എന്ന് പറയുന്ന 100നേക്കാൾ ചെറുതാണ്. അപ്പൊ അവൾക്ക് കൂടുതൽ പൈസ ഒന്നും ഇനിയും ആവശ്യമില്ല. 100 രൂപ നോട്ടേ ഉള്ളെന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട കാര്യം. 81 rupees 20 paise ആയിട്ടുള്ളൂ. അപ്പൊ അവൾക്ക് ബാക്കി പൈസ സേവ് ചെയ്യാൻ പറ്റി. അപ്പൊ ഇവിടെ ഉത്തരം എന്താണ്? സേവ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അപ്പൊ എമൗണ്ട് ഓഫ് മണി ഷീ സേവ്ഡ് എന്നാണ് നമ്മൾ കൊടുക്കേണ്ടത് സ്റ്റെപ്പില്. അപ്പൊ എത്ര എമൗണ്ട് സേവ് ചെയ്തു എന്നറിയാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇത് സബ്ട്രാക്ട് ചെയ്യുക. അതായത് 100 rupeesന്ന് 81 rupees 20 paise സബ്ട്രാക്ട് ചെയ്യുക. ഇവിടെയും നിങ്ങൾക്കറിയാം, ഇവിടെ 0 minus 0 0, 2 0 വരെ കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇവിടെ നിന്ന് നമ്മൾ ഇവിടെ എല്ലാം 0 ആയതുകൊണ്ട് ഇവിടെ നിന്ന് വാങ്ങണം, ബോറോ ചെയ്യണം.
10 ആവും. ഇത് 9 വരും ഇവിടെ. again 9. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ 10 നിന്ന് ഒന്നിങ്ങോട്ട് വാങ്ങിച്ചു. അപ്പൊ ഇവിടെ 0 10 ആയി മാറി. അപ്പൊ 10 - 2 എത്ര കിട്ടി? 8. ഇനിയും 9 - 1 8. 9 - 8 1. അപ്പൊ എത്ര രൂപ അവള് സേവ് ചെയ്തു? 18 രൂപ 80 പൈസ. 18 rupees 80 പൈസ അവള് സേവ് ചെയ്തു. 18 rupees 80 പൈസ. ഓക്കെ, അപ്പൊ ഇത്രയും അവൾക്ക് കൂടുതൽ പൈസ ഒന്നും ആവശ്യമായി വന്നില്ല. 18 rupees 80 പൈസ സേവ് ചെയ്യാൻ സാധിച്ചു. So kids, we come to the end of this subtraction portion. We can continue in the next class. Next portion will be multiplication. So we can do multiplication of money in the next class. So have a nice day, children. Take care. Bye bye. Thank you.